മോഹിനിയാട്ടത്തെ ലോകവേദിയിൽ അവതരിപ്പിച്ച പ്രതിഭ ശ്രീമതി കലാമണ്ഡലം വിമല മേനോൻ, പത്മശ്രീ ജേതാവ് 2026. ശ്രീ പത്മനാഭൻ പള്ളി കൊള്ളുന്ന പാലാഴി പോലെ തന്നെ അനന്തമാണ് കലയും. കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഗുരു കലാമണ്ഡലം വിമല മേനോൻ നൃത്തം ആഭിജാതരായ സ്ത്രീകൾക്ക് ചേർന്നതല്ല എന്ന ചിന്താഗതിയുള്ള കാലത്താണ് വളർന്നത്. തന്റെ 10ാമത്തെ വയസ്സിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടിയ അവർ അദ്ദേഹത്തിന്റെ പ്രേരണയാൽ കലാമണ്ഡലത്തിൽ ചേർന്നു. സമൂഹത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ച് കലാമണ്ഡലത്തിൽ നൃത്തം അഭ്യസിക്കാൻ ആരംഭിച്ച അവർ താമസിയാതെ ആ കലയെ പ്രണയിക്കാൻ ആരംഭിച്ചു. മോഹിനിയാട്ടമായിരുന്നു തന്റെ ലോകമെങ്കിലും അവർ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും പ്രാവീണ്യം നേടുകയും കുച്ചിപ്പുടിയെ കേരളത്തിൽ എത്തിക്കുകയും ചെയ്തു. ഇതോടൊപ്പം ഗുരു കലാമണ്ഡലം വിമല മേനോൻ കേരള നാട്യ അക്കാദമിക്ക് തുടക്കമിടുകയും ഒപ്പം മോഹിനിയാട്ടത്തെ പരിഷ്കരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മോഹിനിയാട്ടത്തിൽ ഏകാംഗ നടന രൂപത്തിലുപരി സംഘനടനത്തിന്റെ സാധ്യതകൾ കണ്ടെത്തി. ഒപ്പം പുരുഷ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കുടുംബത്തിന്റെ പിന്തുണ എക്കാലത്തും അവർക്കൊപ്പമുണ്ടായിരുന്നു. ഇന്ന് മകളിലൂടെയും പേരക്കുട്ടിയിലൂടെയും ആ കലാപാരമ്പര്യം തുടരുകയാണ്. ഇപ്പോൾ 84 വയസ്സുള്ള ഈ സമയത്തും മോഹിനിയാട്ടത്തെ ജനപ്രിയമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ അവർ വളരെ സജീവമാണ്. പത്മനാഭനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ ശ്ലോകങ്ങളുടെ അഭിനയവും അതൊക്കെ വന്നതോടുകൂടി എനിക്ക് കൂടുതൽ പ്രാധാന്യവും കിട്ടി. എനിക്കതിലൊരു സംതൃപ്തിയും കിട്ടി. എന്നെ എല്ലാവരും അംഗീകരിച്ചു. 10,000-ത്തിലധികം ശിഷ്യരിലൂടെ നൃത്തത്തിന്റെ യശസ് ലോകമെങ്ങും പ്രകാശിപ്പിക്കുകയാണ് ഗുരു കലാമണ്ഡലം വിമല മേനോൻ. ഇന്ന് നമ്മൾ നിലവിൽ കാണുന്ന മോഹിനിയാട്ടത്തിലെ ആഢ്യാഭരണ വേഷവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കലാമണ്ഡലം വിമല മേനോൻ എന്ന എന്റെ അമ്മയാണ്. കേരളത്തിന്റെ തനതായ വാദ്യോപകരണങ്ങൾ മോഹിനിയാട്ടത്തിലേക്ക് കൂട്ടിയിണക്കിയതും അവരാണ്. 7 പതിറ്റാണ്ടോളം നീണ്ട കലാജീവിതത്തിലൂടെ അവർ മോഹിനിയാട്ടത്തിന് നൽകിയ സംഭാവനകൾ ശരിക്കും കേരളത്തിനേകിയ മാതൃവാത്സല്യം തന്നെയാണ്. ശ്രീമതി കലാമണ്ഡലം വിമല മേനോൻ, പത്മശ്രീ ജേതാവ് 2026.